ഇപ്പൊ സ്കൂളിൽ തന്നെ സൂംബ ഡാൻസ് വേണമെന്ന് വാദിക്കുന്നു സർക്കാർ. ലഹരി മുക്ത ജീവിതം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂംബ ഡാൻസ്. നിങ്ങൾ AI-യോട് ഇപ്പൊ എല്ലാവരും എല്ലാം ചോദിക്കുന്നത് AI-യോടാണല്ലോ, ഗൂഗിൾ മാമനോട്, ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഈ ഡാൻസ് കൊണ്ട് അവർക്ക് ലഹരിയുടെ ഉപയോഗം കുറയുമോ? ചോദിച്ചു നോക്ക് നിങ്ങൾ. എല്ലാവരും ഒന്നടങ്കം പറയും, ശാസ്ത്രം തന്നെ പറയുന്ന കാര്യമാണ്, ഡാൻസിലൂടെ എത്തിപ്പെടുന്നത് അവസാനം ലഹരിയിലേക്കാണ്. കാരണം ഈ സാധനം അഴിച്ചു കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അനങ്ങാതിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെന്താ, ചില പൊട്ടന്മാരാക്കാന്ന് പറയും. അതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത്. പൊട്ടന്മാരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, ഒന്നിനും പ്രതികരിക്കാത്ത, എന്ത് നിയമങ്ങൾ വന്നാലും പാസാക്കിക്കോ എന്ന് പറയുന്ന നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ മുന്നിൽ ഇതൊക്കെ നടക്കും. ഈ വിഷയത്തിൽ ആലിമീങ്ങൾ, ഉലമാക്കൾ ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോ ആ പണ്ഡിതന്മാരുടെ വാക്കുകളെ തൃണവൽക്കരിക്കുന്നതായ സമൂഹമായി മുസ്ലിം സമുദായത്തിലാകുന്ന നേതൃത്വങ്ങൾ പോലും വന്നില്ലേ. മുസ്ലിം സമുദായത്തിലാകുന്ന രക്ഷിതാക്കൾ പോലും ഉലമാക്കൾക്ക് എന്ത് പറ്റി, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടുന്നത്? കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി 10 മിനിറ്റ് തുള്ളുന്നുകൊണ്ട് എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് ആരാണ്? മഹല്ലത്തിലെ സമുന്നതരാകുന്ന ഉമറാക്കളാണ് എന്നുള്ള വസ്തുത പ്രിയപ്പെട്ട വിശ്വാസികൾ അറിയാതെ പോകരുത്. യഥാർത്ഥത്തിൽ സമുന്നതരാകുന്ന ആലിമീങ്ങൾ അവർ കൃത്യമായി പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശം ഈ ഉമ്മത്തിന് പറഞ്ഞു തരുന്നുണ്ട്. ആ ആദർശത്തിൽ വെള്ളം ചേർക്കുന്നവരായി ഈ സമുദായം മാറരുത്. നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കണം. നിങ്ങളിൽ ആർക്കെങ്കിലും അവകാശമുണ്ടോ നിങ്ങളുടെ മക്കൾ നല്ല ഡാൻസ് കളിച്ചുകൊണ്ട് 10 പേര് കൂടുന്നിടത്ത് അർദ്ധനഗ്നിയായിട്ട് നല്ല തുള്ളിക്കൊണ്ട് നിലകൊണ്ടാൽ ഇനി നഗ്നിയൊന്നും ആകണ്ട, അല്ലാതെ സ്കൂൾ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ സിനിമാ പാട്ടിട്ട് തുള്ളിക്കൊണ്ടിരുന്നാൽ അവൾ സ്വാലിഹായി തീരുമെന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ആർക്കെങ്കിലും അവകാശമുണ്ടോ? ആരെങ്കിലും അവകാശം പറയുന്നുണ്ടോ? ഇപ്പൊ സ്കൂളിൽ തന്നെ സൂംബ ഡാൻസ് വേണമെന്ന് വാദിക്കുന്നു സർക്കാർ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്? കുട്ടികൾക്കൊക്കെ നല്ല കായികാഭ്യാസം ഉണ്ടാകണം, കായിക പരിശീലനം കൊടുക്കുകയാണ്, ആരോഗ്യം സംരക്ഷിക്കുകയാണ്. എന്നാൽ കായിക പരിശീലനത്തിന് വേണ്ടി കൃത്യമായി അധ്യാപകരെ നിയമിക്കുന്നുണ്ടോ സ്കൂളുകളിൽ? ഒരു 500 കുട്ടികൾക്ക് ഒരു അധ്യാപകൻ വെച്ചെങ്കിലും വേണ്ടേ? ഉണ്ടോ നമ്മുടെ സ്കൂളുകളിൽ? ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും മാത്സ് പഠിപ്പിക്കുന്നതിനും, ഫിസിക്സ് പഠിപ്പിക്കുന്നതിനും, സയൻസ് പഠിപ്പിക്കുന്നതിനും, മലയാളം പഠിപ്പിക്കുന്നതിനും, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിനും ഒക്കെ കൃത്യമായി 500 വിദ്യാർത്ഥികളുള്ളതാകുന്ന ഒരു കലാലയത്തിൽ ഒരു അധ്യാപകൻ, 2 അധ്യാപകനൊക്കെ കൃത്യമായിട്ടുണ്ട്. പക്ഷെ 500 പേർക്ക് ഒരാളെ പോലും കൃത്യമായി സജസ്റ്റ് ചെയ്യുന്നില്ല. എന്തിനേറെ 1000 പേർക്ക് പോലും കൃത്യമായിട്ടില്ല. പുതിയ കണക്കുകൾ പറയുന്നത് ഹൈസ്കൂൾ തലത്തിൽ 46% കായികാഭ്യാസം പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളുള്ളൂ. പണ്ട് കാലങ്ങളിൽ സ്കൂളുകൾ PTA പീരീഡുകൾ വരുമ്പോ ഒരു കായിക അധ്യാപകൻ വരും. ഇന്ന് കായിക വരില്ല. ഇന്ന് ഈ സൂംബ ഡാൻസ് പാസ്സാക്കുന്നതിലൂടെ ഉണ്ടാക്കുന്നത് തരികിട പരിപാടിയാണ്. മനസ്സിലാക്കണം. ഈ കായിക അധ്യാപകരെ നിയമിക്കാതെ എത്രയോ ആളുകൾ തെരുവിൽ ഇന്നും നമ്മൾ ഈ പ്രഭാഷണം നടത്തുന്നതാകുന്ന 2025 ജൂലൈ മാസത്തിന്റെ ഈ സമയങ്ങളിലും എത്രയോ സ്ഥലങ്ങളിൽ തെരുവോരങ്ങളിൽ പ്രക്ഷോഭ നടപടികളുമായി, ധർണകളുമായി പാവപ്പെട്ടതാകുന്ന അധ്യാപകർ നിലകൊള്ളുന്നുണ്ട്. അവർക്ക് കൃത്യമായി കായികമാകുന്ന അഭ്യാസം കിട്ടുന്നില്ല, അഥവാ അവർക്ക് അതിനുവേണ്ടിയുള്ളതാകുന്ന സ്ഥലങ്ങളിൽ ജോലി ലഭിക്കുന്നില്ല. അവരൊക്കെ പാസ്സായി നിൽക്കുന്നവരാണ്. അപ്പൊ കുട്ടികൾക്ക് കൃത്യമായി കായികമായിട്ടുള്ള അഭ്യാസം കൊടുക്കാനും അതിനുള്ള പരിശീലനത്തിനുമാണ് എന്ന് പറയുന്നവർ, സൂംബ ഡാൻസ് അതിനുവേണ്ടിയാണെന്ന് പറയുന്നവർ കൃത്യമായിട്ട് അധ്യാപകരെ നിയമിക്കണ്ടേ? പ്രീ ഡിഗ്രി എടുത്തു കളഞ്ഞ് +2 വന്നത് മുതൽ പിന്നീട് +2 തലത്തിൽ ഒരൊറ്റ അധ്യാപകരെ പോലും നിയമിച്ചിട്ടില്ല. മനസ്സിലാക്കണം. 78% പരിപൂർണമായി ഒഴിവ് കിടക്കുകയാണ് UP തലത്തിൽ. UP സ്കൂളുകളിൽ, UP തലങ്ങളിലൊക്കെ കായിക അധ്യാപകരുടെ ഒഴിവ് 78% ഒഴിവ് കിടക്കുകയാണ്. ഇത് പുതിയ കണക്കാണ്, ഇപ്പോഴത്തെ കണക്കാണ് ഈ പറയുന്നത്. എന്നിട്ടാണ് പറയുന്നത് കുട്ടികൾക്ക് കായിക പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സൂംബ ഡാൻസ് കൊണ്ടുവന്നത്. മറ്റൊരു അവകാശം ഉന്നയിക്കുന്നത് ലഹരി മുക്ത ജീവിതം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സൂംബ ഡാൻസ്. നിങ്ങൾ AI-യോട്, ഇപ്പൊ എല്ലാവരും എല്ലാം ചോദിക്കുന്നത് AI-യോടാണല്ലോ, ഗൂഗിൾ മാമനോട്, ആരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്ക്. ഈ ഡാൻസ് കൊണ്ട് അവർക്ക് ലഹരിയുടെ ഉപയോഗം കുറയുമോ? ചോദിച്ചു നോക്ക് നിങ്ങൾ. എല്ലാവരും ഒന്നടങ്കം പറയും, ശാസ്ത്രം തന്നെ പറയുന്ന കാര്യമാണ്, ഡാൻസിലൂടെ എത്തിപ്പെടുന്നത് അവസാനം ലഹരിയിലേക്കാണ്. കാരണം ഈ സാധനം അഴിച്ചു കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അനങ്ങാതിരിക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെന്താ, ചില പൊട്ടന്മാരാക്കാന്ന് പറയും. അതാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുന്നത്.
പൊട്ടന്മാരായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, ഒന്നിനും പ്രതികരിക്കാത്ത, എന്ത് നിയമങ്ങൾ വന്നാലും പാസാക്കിക്കോ എന്ന് പറയുന്ന നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ മുന്നിൽ ഇതൊക്കെ നടക്കും. ഈ വിഷയത്തിൽ ആലിമീങ്ങൾ ഉലമാക്കൾ ചർച്ച ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോ ആ പണ്ഡിതന്മാരുടെ വാക്കുകളെ തൃണവൽക്കരിക്കുന്നതായ സമൂഹമായി മുസ്ലിം സമുദായത്തിലേതാകുന്ന നേതൃത്വങ്ങൾ പോലും വന്നില്ലേ. മുസ്ലിം സമുദായത്തിലേതാകുന്ന രക്ഷിതാക്കൾ പോലും ഉലമാക്കൾക്ക് എന്ത് പറ്റി, എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ഇടപെടുന്നത്? കുട്ടികൾ രാവിലെ സ്കൂളിൽ പോയി 10 മിനിറ്റ് ഒന്ന് തുള്ളുന്നുകൊണ്ട് എന്താണ് ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് ആരാണ്? മഹല്ലത്തിലെ സമുന്നതരാകുന്ന ഉമറാക്കളാണ് എന്നുള്ള വസ്തുത പ്രിയപ്പെട്ട വിശ്വാസികൾ അറിയാതെ പോകരുത്. യഥാർത്ഥത്തിൽ സമുന്നതരാകുന്ന ആലിമീങ്ങൾ അവർ കൃത്യമായി പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശം ഈ ഉമ്മത്തിന് പറഞ്ഞു തരുന്നുണ്ട്. ആ ആദർശത്തിൽ വെള്ളം ചേർക്കുന്നവരായി ഈ സമുദായം മാറരുത്. നമ്മുടെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കണം. നിങ്ങളിൽ ആർക്കെങ്കിലും അവകാശമുണ്ടോ നിങ്ങളുടെ മക്കൾ നല്ല ഡാൻസ് കളിച്ചുകൊണ്ട് 10 പേര് കൂടുന്നിടത്ത് അർദ്ധനഗ്നയായിട്ട് നല്ല തുള്ളിക്കൊണ്ട് നിലകൊണ്ടാൽ ഇത് നഗ്നയൊന്നും ആകണ്ട, അല്ലാതെ സ്കൂൾ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ സിനിമാ പാട്ടിട്ട് തുള്ളിക്കൊണ്ടിരുന്നാൽ അവൾ സ്വാലിഹായി തീരുമെന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് ആർക്കെങ്കിലും അവകാശമുണ്ടോ? ആരെങ്കിലും അവകാശം പറയുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങളോട് ചോദിക്കും, ഉണ്ടോ? ഇല്ലെങ്കിൽ ഇല്ലാന്ന് ഉറക്കം പറയും. ഇല്ല. പിന്നെ എവിടുന്ന ഈ സിനിമാ പാട്ടിട്ട് തുള്ളിക്കഴിഞ്ഞപ്പോ വീട്ടില് നല്ല സ്വാലിഹായ മനുഷ്യൻ വാപ്പ വരുമ്പോ വീട്ടിൽ നിന്നിട്ട് DJ പാട്ടിട്ടുണ്ട്, മക്കളും കെട്ടിയോളും എല്ലാം തുള്ള. വാപ്പ വരുമ്പോ വാപ്പാടെ കൈക്ക് ഇങ്ങനെ ഉണ്ടാവും. വാപ്പാക്ക് അങ്ങനെ ഇഷ്ടപ്പെടും. സ്വാലിഹായ മനുഷ്യനാണ്, അയാളെ തുള്ളലിൽ നിൽക്കൂല. അല്ലാത്തവനാ തുള്ളലിൽ ഇഷ്ടമാണ്. ആധുനിക തലമുറയാണത്, ഭൗതിക തലമുറയാണത്. ഇത് പൈശാചികതയുടെ ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ച വിഭാഗമാണ് അൽ മആസിഫ. ഇത്തരത്തിലുള്ളതാകുന്ന പാട്ടുകൾ ഇട്ടുകൊണ്ട് ഡാൻസ് ചെയ്ത് ട്യൂൺ ചെയ്യുന്ന പരിപാടി പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് എതിര് നിന്നതാണ്. ഇന്ന് സ്കൂളുകളിൽ വന്നു. ആലോചിച്ചു നോക്ക് നിങ്ങൾ, എവിടെ എത്തി നമ്മുടെ സമൂഹം. ഇപ്പൊ പുതിയ പരിപാടി തുടങ്ങിയല്ലോ. എന്താ? സ്കൂളിന്റെ സമയമാറ്റം. രാവിലെ 15 മിനിറ്റ് എടുത്ത് വൈകിട്ടും 15 മിനിറ്റ്. എന്താ കാര്യം? രാവിലെ മദ്രസ പഠിപ്പിക്കണ്ട, വൈകിട്ടും മദ്രസ പഠിപ്പിക്കണ്ട. അതാണ് അതിന്റെ അവസ്ഥ. അതുകൊണ്ടാണല്ലോ ഉലമാക്കൾ ചർച്ച ചെയ്ത് സമുന്നതരായ സമസ്തയുടെ ആലിമീങ്ങളടക്കം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ വൈകുന്നേര സമയം ക്രമീകരിച്ചു 1/2 മണിക്കൂർ. കാരണം ഒരു ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ വസിക്കുന്നത്. എല്ലാവരെയും കൂടി യോജിപ്പിച്ചു കൊണ്ടുപോകണം. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ ധ്വംസിക്കരുത്. ഞങ്ങളുടെ അവകാശങ്ങളും ആദർശങ്ങളും കൃത്യമായി പഠിപ്പിക്കുന്നതായ സിലബസിന്റെ കരിക്കുലം കൃത്യമായി കൊണ്ടു നടക്കുന്നവരാണ്. മക്കൾക്ക് കൃത്യമായി ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുന്നവരാണ്. പ്രഭാതത്തിനും പ്രദോഷത്തിനും കൊടുക്കുന്നവരാണ്. ഈ 2 നേരമുള്ള വിദ്യാഭ്യാസം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയരുത്. അതുകൊണ്ട് സമയത്ത് ഒന്ന് ക്രമീകരിച്ചു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും ചില കടുംപിടുത്തം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ചില അപക്വമായ സംസാരങ്ങളൊക്കെ ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായത് സോഷ്യൽ മീഡിയയിലൂടെ പ്രിയപ്പെട്ട വിശ്വാസികൾ കണ്ടിട്ടുണ്ടാകും. അതൊക്കെ അവരുടെ അധികാരത്തെ നഷ്ടപ്പെടുത്താനേ ഹേതുവാകൂ എന്ന് ഇത്തരണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുള്ളൂ. ഒരിക്കലും മുസ്ലിം സമുദായത്തോട് കാണിക്കരുത്. കാരണം ഈ സമുദായം എന്നും അവരുടെ കാര്യങ്ങൾക്കൊപ്പം നിന്നിട്ടുണ്ട്. എല്ലാ വിഷയത്തിലും വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ പരിപൂർണമായി ഇല്ലാതാക്കുന്ന വിഷയത്തിൽ ഇത്തരക്കാരോട് ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചവരാണ് ഈ ഉമ്മത്ത്. അതുകൊണ്ട് ഈ ഉമ്മത്തിനെ ചൊടിപ്പിക്കുന്ന വർത്തമാനങ്ങളും ശൈലികളും ആർക്കും നല്ലതല്ല, ഭൂഷണമല്ല എന്ന് ഇത്തരണത്തിൽ ഉറപ്പെടുത്തുക. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. സഹോദരങ്ങളെ, മദ്രസ വിദ്യാഭ്യാസത്തിലൂടെ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ്? മാതാപിതാക്കളെ അനുസരിക്കണം, അവരെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോയി തള്ളരുത്, മുതിർന്നവരെ ബഹുമാനിക്കണം, അയൽപക്ക ബന്ധങ്ങളെ ശാക്തീകരിക്കണം, സമൂഹത്തോടും സമുദായത്തോടും ഇതര സമുദായങ്ങളോടും ബന്ധുക്കളോടും ഒക്കെ വലിയ കടമകളും കർത്തവ്യങ്ങളുമുണ്ട്. ഭാര്യ ഭർത്താവിനോട് കടമയുണ്ട്, ഭർത്താവിന് ഭാര്യയോട് കടമയുണ്ട്, മക്കളോട് മാതാപിതാക്കൾക്ക് കടമയുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളോട് കടമയുണ്ട്. എന്നല്ല, ഈ നാട്ടിലുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങളെയും പ്രത്യേകമായി അവരോടൊക്കെ കരുണയോടുകൂടി വർത്തിക്കണം. ഒരാളെയും വെറുക്കരുത്, വിദ്വേഷത്തിന്റെ വർത്തമാനം പറയരുത്, നാവ് കൊണ്ട് അനാവശ്യ സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. കൊച്ചുകുട്ടികളോട് വരെ കരുണ കാണിക്കണം. എല്ലാ നന്മകളും ഈ ഉമ്മത്തിൽ ഉണ്ടായി ചേർന്നത് പരിശുദ്ധമായ മദ്രസ വിദ്യാഭ്യാസത്തിലൂടെയാണ്.
എന്നാൽ രാവിലെ മുതൽ ബാഗ് തൂക്കിക്കൊണ്ട് ടിഫിൻ ബോക്സ് നിറച്ച് ഭക്ഷണവുമായിട്ട് പോകുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ കലാലയത്തിൽ അടയിരുന്നു കൊണ്ട് ഇപ്പോൾ അരമണിക്കൂർ കൂട്ടിയിട്ടും എന്താണ് അവർ പഠിച്ചുകൊണ്ട് വരുന്നത് എന്ന് നിങ്ങൾ പറയണം. ലഹരിമുക്ത ജീവിതം നയിക്കാൻ ഉപയുക്തമായ ഈ സുബ്ബ ഡാൻസും ഒക്കെ കളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന മക്കളുടെ കാതിൽ എപ്പോഴും സദാസമയം നിലകൊള്ളുന്നത് ഇയർഫോണാണ്. അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ പാട്ടുകളാണ്. രാത്രി ഉറങ്ങുന്ന സമയത്തും കേൾക്കുന്നത് സിനിമാ പാട്ട്. പകൽ സമയങ്ങളിൽ വെറുതെ ഇരിക്കുന്ന സമയത്തും സമരമുറകളുമായിട്ട് ഇന്ന് KSUവിന്റെ പ്രവർത്തകർ പോയി. ഇന്ന് അവധിയുള്ള ദിവസമായിട്ട് എത്ര വിദ്യാർത്ഥികൾ വീട്ടിൽ വന്നിരുന്നിട്ട് ഒരു ജുസും ഖുർആൻ ഓതി. എത്ര പേര് ഇന്നത്തെ നമസ്കാരങ്ങൾ മുഹറം അസറും ജുമായും ഒക്കെ പുരുഷന്മാരടക്കം കൃത്യമായി ശ്രദ്ധ വെച്ചു. അവധി ദിവസങ്ങളിൽ പോലും അശ്ലീലതകൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന സമൂഹമായി മുസ്ലിം സമുദായത്തിലെ മക്കൾ അധപ്പതിച്ചു. നമുക്കിടയിൽ നന്മയില്ല, സുഹൃത്തുക്കൾ നഷ്ടപ്പെട്ടു പോയി. ഇനി ഇതിനൊന്നും പറ്റില്ലേ? കുടുംബബന്ധം ചേർക്കാൻ വേണ്ടി ഉപയുക്തമാക്കാം. നമ്മുടെ കുടുംബത്തിലെ പ്രായമുള്ള ആളുകളെ ഒന്ന് കാണാൻ അവധി ദിവസം വിനിയോഗിക്കാം. പോയോ? ഇല്ല. പിണങ്ങി നിൽക്കുന്നവർക്കിടയിൽ ഒരു സലാം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് ഒരു അസ്സലാമു അലൈക്കും പറഞ്ഞിട്ട് ഒന്ന് സലാം പറഞ്ഞിട്ട് ബന്ധങ്ങളെ പുതുക്കാം. ചെയ്തോ? നിങ്ങൾ ചെയ്തിട്ടില്ല. ഒരു പ്രായമുള്ള ഉമ്മ റോഡ് കുറുകെ കിടക്കാൻ അവനവഞ്ചേരി അങ്ങാടിയിലോ പരിസരത്തോ അല്ലെങ്കിൽ ആറ്റിങ്ങലോ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ നിങ്ങൾ കമ്പോളത്തിൽ പോയ സമയത്ത് ആ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മയെ കാണുമ്പോ ആ ഉമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ പ്രയാസപ്പെടുന്ന റോഡ് കുറുകെ കിടക്കാൻ പ്രയാസപ്പെടുന്നതാകുന്ന ഉമ്മയുടെ കൈക്ക് പിടിച്ച് റോഡിന് കുറുകെ കിടക്കാൻ ഇന്നത്തേതാകുന്ന തലമുറക്ക് സാധിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? ഇതിനൊന്നും സമയമില്ല. അതാ ഞാൻ പറഞ്ഞത്, അവസാന കാലഘട്ടത്തിന്റെ അടയാളമായി ആഖിറു സമാനിന്റെ മക്കളായി നമ്മുടെ മക്കൾ നമ്മളും മാറുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഓട്ടോമാറ്റിക്കായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സ്കൂൾ മാറ്റത്തിന്റെ ഈ വിഷയം വന്നിട്ട് ഇന്ന് ആരെങ്കിലും നമ്മളൊക്കെ സ്വന്തമായിട്ട് ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചോ? എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സാപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഒരു സ്റ്റാറ്റസ് പോലും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് സർക്കാർ അങ്ങനെ ചെയ്യരുത്, കാരണം കുട്ടികൾക്കുള്ള ആത്മീയ വിദ്യാഭ്യാസമാണ് എന്ന് പറയാൻ ഈ ഉമ്മത്തിൽ ആരും മെനക്കെടുന്നില്ല. കാരണം എന്താ? ഓട്ടെ, ഇതൊന്നും വലിയ കാര്യമില്ല. മദ്രസ എടാ, നീ മലമൂത്ര വിസർജനം നടത്തിയിട്ട് ശൗച്യം ചെയ്യേണ്ടത് ഏത് വിരലാണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. ചെറിയ കാര്യമല്ല. അതുവരെ പഠിപ്പിച്ചു എന്നർത്ഥം. നിന്നിലുള്ള എല്ലാ നന്മകളും പഠിപ്പിക്കപ്പെട്ടത് മദ്രസയിൽ നിന്നാണ്. ആ മദ്രസ വിദ്യാഭ്യാസത്തെ അരികുവൽക്കരിക്കാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ വരും തലമുറ നാശത്തിലേക്ക് എത്തും. ഏറ്റവും സിസ്റ്റമായിട്ട് മദ്രസ പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. വേറെ ഒരു സംസ്ഥാനത്ത് ഇത്രയില്ല. വളരെ സിസ്റ്റമായി വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അത് താറുമാറാക്കരുത്. ഞാൻ ചോദിച്ച പോലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ മക്കളെ ബാഗ് തൂക്കി സ്കൂളിലേക്ക് പോയിട്ട് അവർ എന്ത് നേടി ആത്മീയപരമായി എന്നാണ് എന്റെ ചോദ്യം. യഥാർത്ഥത്തിൽ ഉള്ളതുകൂടി നഷ്ടപ്പെടുക. ഓഹറും പോയി, അസറും പോയി, സംസ്കാരം തന്നെ ഇല്ല. അത് കളാ വീട്ടുന്നില്ല. അതാ വീട്ടുന്ന എത്ര മക്കളുണ്ട്? വളരെ ചുരുക്കമാണ്. പിന്നെ മഗ്‌രിബിന് പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിച്ചെങ്കിൽ നിസ്കരിച്ച്, ഇശായിന് പള്ളി പോയാ പോയി, തറാവീഹിന് പള്ളി പോയെന്ന് വരുത്തി നിർത്തിയിട്ട് തൊട്ടപ്പുറത്തെ കടയിലിരുന്നിട്ട് സൊറ പറഞ്ഞ് രാത്രിയിൽ തിരിച്ചു വന്ന് ഏതെങ്കിലും മറച്ചിട്ട പോസ്റ്ററിന്റെ മുകളിൽ കയറിയിരുന്ന് കഥ പറഞ്ഞ് കൂട്ടുകാരും ഒന്നിച്ച് ബൈക്കിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭീമാപ്പള്ളിക്കും കടുവാപ്പള്ളിക്കും പോയി സിയാറത്തെന്ന് പേരും പറഞ്ഞിട്ട് തിരിച്ചു വന്നു. ഇതിനപ്പുറത്തേക്കൊന്നും നമ്മുടെ മക്കള് രാത്രിയുടെ യാമങ്ങളിൽ ഇബാദത്ത് കൊണ്ട് റമദാന്റെ രാവ് പോലും ജീവസ്വത്താക്കുന്നില്ല. ഇവര് നേടിയെടുത്ത ആത്മീയത മനസ്സിലാക്കുക. ആറ്റിങ്ങൽ നിന്നല്ലേ കഴിഞ്ഞ ദിവസം പിടിച്ചത്? ഒരാഴ്ച മുമ്പ് MDMA എന്ന് പറയുന്ന മാരകമാകുന്ന ലഹരി കല്ലമ്പലം സ്വദേശികളാകുന്ന രണ്ടുപേരുടെ കൈവശത്തുനിന്ന് പിടിക്കപ്പെട്ടു. എത്രയാ പിടിച്ചത്? 1.5 കിലോയാണ് പിടിച്ചത്. 1.5 കിലോ ഒന്നും വലിയ സംഭവമൊന്നും. എടാ, 1.5 കിലോ എന്ന് പറഞ്ഞാൽ 5 കോടിയാണ് അതിന്റെ മൂല്യം. ആണ് മനസ്സിലാക്കേണ്ടത്. വലിയ സമ്പത്താണ് പിടിച്ചപ്പെട്ടത്. സാധാരണ പിടിക്കാൻ 100 ഗ്രാം, 50 ഗ്രാം, 150 ഗ്രാം, 250 ഗ്രാം എന്നാണ്. കിലോ ഒക്കെയാണ് വലിയ കൂടിയ പിടുത്തം. ഇത് 1.5 കിലോ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ല, 5 കോടിയുടെ മൂല്യം. ഇതാർക്കാണ് നിങ്ങൾ ചെലവഴിക്കാൻ പോയത് എന്ന് ചോദിക്കപ്പെട്ടപ്പോ അവര് പറഞ്ഞ മറുപടി, പരിസരത്തുള്ളതാകുന്ന സ്കൂളിന്റെ പരിസരങ്ങളിൽ കച്ചവട സ്ഥാപനങ്ങളിൽ കൊടുത്തിട്ട് ഞങ്ങൾ അതിലൂടെ പൈസ ഉണ്ടാക്കാൻ. കുട്ടികൾക്ക് 8ാം ക്ലാസ്സിലും 9ും 10ും +1നും +2നും ഒക്കെ പഠിക്കുന്ന നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും പരിസരത്തുള്ളതുമാകുന്ന പ്രിയപ്പെട്ട മക്കളുടെ കൈവശം കൊടുത്ത് അവർക്ക് ഇൻജക്ഷൻ ചെയ്യാനാണ് ഈ മാരകമാകുന്ന MDMA ഞങ്ങൾ കച്ചവടം ചെയ്തത് എന്ന് അവർ വിളിച്ചു പറയുമ്പോ നമ്മുടെ മക്കളൊക്കെ എത്ര വലിയ നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അറിയണം, സഹോദരിമാർ അറിയണം. ചെറിയ വിഷയമല്ല.
അറിയണം. ഇത് ആൺകുട്ടികളുമുണ്ട്, പെൺകുട്ടികളുമുണ്ട്. മലപ്പുറം ജില്ലയിലെ സ്കൂളിൽ നിന്നിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ബാക്ക് ബെഞ്ചിൽ നിന്നിട്ട് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോ അധ്യാപികർക്ക് സംശയമുണ്ടായിട്ട് അവരെ കൊണ്ടുപോയി പരിപൂർണമായി ഒന്ന് നോക്കുമ്പോ കാലിൽ ധരിച്ചിരിക്കുന്ന ഷോക്സ് ഊരി മാറ്റി നോക്കുമ്പോ കാലിനടിയിൽ അവർ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് മുറിച്ചിട്ട് അതിലൂടെ രക്തത്തുള്ളികൾ ധമനികൾ ഇങ്ങനെ പുറത്തേക്ക് രക്തം ഇങ്ങനെ പുറത്തേക്ക് പൊടിഞ്ഞു വീഴുമ്പോ അതിലേക്ക് പുകയില ചേർത്ത് വെച്ചിട്ട് ഷോക്സ് ഇട്ടിട്ട് ഷൂ ഇട്ട് ക്ലാസ്സിൽ വന്നിരിക്കുക. കാരണം എന്താ? ഈ പുകയിലൂടെ ആ രക്തം വരുന്നതാകുന്ന ഭാഗത്തിലൂടെ അതിന്റെ രസാനുഭൂതി നേരെ തലച്ചോറിലേക്ക് എത്തും. കാലും തലച്ചോറുമായി വലിയ കണക്ഷനാണ്, തലയുമായി വലിയ ബന്ധമാണ്. ഇതാരാ ചെയ്തത്? 14 വയസ്സുള്ള മലപ്പുറം ജില്ലയിലെ മുസ്ലിം വിദ്യാർത്ഥിനികളാണെന്ന് പറയുന്നു. എവിടെയാണ് നമ്മുടെ സഹോദരിമാരെ തീർക്കുന്നത്? അവർക്ക് എങ്ങനെ തോന്നി? കൈ എങ്ങനെ ഒരു ബ്ലേഡ് കൊണ്ടൊന്ന് മുറിഞ്ഞാൽ വലിയ വിഷമം പറയുന്നതാകുന്ന പെൺകുട്ടികൾ കാലിന്റെ താഴ്ഭാഗം മുഴുവൻ ബ്ലേഡ് കൊണ്ട് വരിഞ്ഞ് മുറുക്കിയിട്ട് മുറിവുണ്ടാക്കിയിട്ട് അതിലേക്ക് പുകയില ചേർത്ത് വെച്ചിട്ട് വന്നിരിക്കുന്നു. സത്യത്തിൽ പറയാൻ പേടിയാണിത്. പറഞ്ഞ നാളെ വരെ നമ്മുടെ മക്കൾ അത് കൊള്ളാലോ ഉസ്താദ്, പുതിയൊരു ഐഡിയ, മാഷാ അല്ലാഹ്, ഉസ്താദിന് പ്രത്യേകം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, ഇയാളെ ഇനിയും വിളിക്കണം. കാരണം എന്താ? ഇങ്ങനെയുള്ള പുതിയ അറിവുകളാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇത്ര നാൾ അവിടെ വെക്കാൻ പറ്റി, ഇതിപ്പോ തലയിലോട്ട് കണക്ഷൻ കാലിനുണ്ടെന്നും കാലിനടി പുകയില വെച്ചാൽ കൊള്ളാന്നൊക്കെ റാഹത്തായിട്ട് ഉസ്താദ് പറഞ്ഞു തന്നു. അല്ലാഹു നമ്മളെ കാക്കണം, അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് നമ്മുടെ ഉമ്മത്ത്. ബാക്കി പറഞ്ഞ ആയത്തോ ദിവസം ഒന്നും വേണ്ട. അപ്പൊ ഇതായിരിക്കും ചോദിച്ച് മനസ്സിലാക്കുക, ഇതെവിടെ കിട്ടുമെന്ന് ചോദിക്കും, ഇതെങ്ങനെ വാങ്ങാൻ പറ്റുമെന്ന് ചോദിക്കും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാടില്ല എന്ന് പഠിപ്പിച്ചതാകുന്ന സർവ്വകാര്യങ്ങളും പരിപൂർണമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുകയാണ്. നബി തങ്ങൾ എന്തൊക്കെ പാടില്ല എന്ന് പഠിപ്പിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. ശരിക്കും പേടിക്കണം. ആ ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളി. എല്ലാവരും എത്തിയില്ലേ? നിങ്ങൾ വരാൻ കാത്തിരുന്ന അതുകൊണ്ടാണ് കുറച്ചു നേരം വച്ചിട്ട് നിങ്ങളെല്ലാവരും വന്നു കഴിഞ്ഞാൽ പിരിക്കാൻ എല്ലാവരും എത്തി. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബക്കറ്റ് ഒന്നും കൊണ്ടുവന്നോളി. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ലൊരു സദഖ, അല്ല 500 അങ്ങനെ 2-3 500 കിട്ടാൻ മതി. അപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇന്ന് ഫസ്റ്റ് ദിവസമാണ്, ഇന്നത്തെ ദിവസം പോലെ ഇരിക്കും. അസ്ഹർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ലജ്ജ നമ്മൾ എടുത്തുപോയി. കൊലപാതകങ്ങൾ അധികരിച്ചു. ലജ്ജയെ കുറിച്ച് ഒരുപാട് പറയാണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നിലകൊള്ളുകയാണ്. കുന്തു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഇൻദഹു മൈമൂനതു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നിലകൊള്ളുകയാണ്. നബിയുടെ ചാരത്ത് അഥവാ ഞങ്ങളുടെ അടുക്കൽ മൈമൂന ബീവിയുമുണ്ട്. നബിയുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ റളിയല്ലാഹു അൻഹ മഹദിവറുകൾ പറയുന്നു, ഞാനും നബിയുടെ മറ്റൊരു ഭാര്യയായ മൈമൂന ബീവിയും ഞങ്ങൾ രണ്ടുപേരും നബിയുടെ ചാരത്തിരിക്കുമ്പോ കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുകയാണ്. فقال رسول الله صلى الله عليه وسلم അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ഭാര്യമാരോട് പറയുകയാണ്, ഇഹ്തജിബാ മിൻഹു. അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളും ആ വരുന്നതാകുന്ന അന്ധനായ ഇബ്നു ഉമ്മി മക്തൂമിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി, അലൈസ ഹുവ അമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ
എന്തിനാണ് മറപിടിക്കേണ്ടത്? ഞങ്ങൾ എന്തിനാണ് അകത്തേക്ക് പോകേണ്ടത്? ആ കടന്നു വരുന്ന സഹാബി പറയാൻ, അന്ധനല്ലേ, കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയല്ലേ, അദ്ദേഹം ഒരു സഹാബിയല്ലേ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ, ഞങ്ങൾ ഈ സദസ്സിലിരുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം ഹബീബേ? അല്ലാഹുവിന്റെ റസൂൽ ഭാര്യമാരോട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കളെ, സ്വന്തം ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ ഭാര്യമാരോട് ചോദിക്കുകയാണ്, അഫഅമ്യാവാനി അൻതുമാ, അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളുടെ കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? അലസ്തുമാ തുബസിറാനിഹി, നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലേ? അത് പാടില്ല, ഹറാമാണ്, നിഷിദ്ധമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിവര്യനാണ് വരുന്നത്. അദ്ദേഹം നിങ്ങളെ കാണില്ല, ശരി തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് കാണുന്നില്ലേ? അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അതുകൊണ്ട് ആ അന്ധനായ സഹാബിവര്യൽ നിന്ന് അകത്തേക്ക് മറഞ്ഞു നിൽക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പറയാൻ ചങ്കൂറ്റമുണ്ടോ രക്ഷിതാക്കളെ? ഇന്ന് യജമാനന്റെ മുന്നിലേക്ക് തൊഴിലാളിയുടെ ഭാര്യ വന്നുകൊണ്ട് കുലുങ്ങി വന്നുകൊണ്ട് അവന്റെ മുന്നിൽ വന്നുകൊണ്ട് ചായ സൽക്കാരം നടത്തുന്നില്ലേ? യജമാനന്റെ ഭാര്യ വന്നുകൊണ്ട് തൊഴിലാളിയുടെ ചാരത്ത് വന്നുകൊണ്ട് കൊഞ്ചു കുഴിയുന്ന ലോകത്തേക്ക് ഈ ഉമ്മത്ത് എത്തിപ്പെട്ടില്ലേ? ലജ്ജ പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരുടെയും മുന്നിൽ പോയിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറയാ മോമിനിന്റെ ശൈലിയല്ല, മോമിനത്തിന്റെ രീതിയുമല്ല. മറന്നു നിൽക്കണം. സ്വഹാബിയാണ്, അയാൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ആ സ്വഹാബിയോട് ഇവരും തെറ്റ് ചെയ്യില്ല, നബിയുടെ ഭാര്യമാരാണ്. പക്ഷെ എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു മറന്നു നിൽക്കണം. ഭാര്യവറുകൾ പറയുന്നു, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഈ സംഭവം. മറപാലിക്കണം അന്യരെ തൊട്ട് എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് ശേഷം അങ്ങനെ തന്നെയാണ് അവർ ജീവിച്ചത്. ആണ് വേണ്ടത്. തങ്ങളുടെ ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അൻസാരി സ്ത്രീകൾ എത്ര മഹോന്നതരാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിൽ അന്യരെ തൊട്ട് മറപാലിക്കണമെന്നുള്ള ആയത്ത് വന്നപ്പോ കരിമ്പടം പരിപൂർണമായി വലിച്ചു കീറുകയാണ്. അവരുടെ കരിമ്പടത്തിന്റെ പിഴപ്പ് വലിച്ചു കീറുകയാണ്. എന്നിട്ട് അന്യരെ തൊട്ട് ശരീരം മറച്ചുകൊണ്ട് നടക്കുകയാണ്. അവരുടെ മുഖകമലം പോലും അന്യരെ തൊട്ട് അവർ മറച്ചു നടന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട മഹദിവറുകൾ അതുകൊണ്ട് തന്നെ ദുആ ചെയ്തു കൊടുക്കുകയാണ്, അൻസാരി സ്ത്രീകൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. കാരണം എന്താ? മറപാലിക്കണമെന്ന് പറഞ്ഞപ്പോ കരിമ്പുടം കീറിയിട്ട് വേഗം തന്നെ വീടിന്റെ അകത്തേക്ക് പോയിട്ട് കരിമ്പുടം പോകുന്നതുകൊണ്ട് വേഗം ശരീരം മുഴുവൻ മറക്കണം. നമ്മളോ റാഹത്തായിട്ട് തുറന്നിടാൻ തുടങ്ങിയിട്ടുള്ളൂ, മുസ്ലിയാരെ കാണാൻ പോകുന്നുള്ളൂ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയൊക്കെ മറച്ചു വെക്കണോ എന്ന് ഖുർആൻ പറഞ്ഞത് തുറന്നിട്ട്. അതാണ് ഇന്നത്തെ ഫാഷൻ. ചെറുപ്പക്കാരെ കണ്ടില്ല, മുട്ടുപൊക്കലിനിടയിൽ മറക്കണമെന്നാ പറഞ്ഞത്. നോക്കുമ്പോ വെട്ടും കുത്തറാത്തി ഫുള്ള് മൊത്തം കീറിയ സാധനം ഇട്ടുകൊണ്ട് പള്ളി വന്നിരിക്കുക. കഴിക്കുമ്പോൾ ഒരു ദുബറെല്ലാം വെളിയിലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പുറകെ നിൽക്കുന്ന ഈമാൻ തെറ്റി എല്ലാം കാണാം, വെട്ടും കുത്തും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് നമ്മുടെ ഉമ്മത്ത് പോയി നിൽക്കുന്നത്? എങ്ങനെ പറയാതിരിക്കും സഹോദരൻ? നിസ്കാരം ശരിയാണ്. എടാ മുട്ടുപൊക്കലുടെ ഔറത്താണെന്ന് പച്ച മലയാളത്തിൽ പഠിച്ചതാ നീ, മദ്രസയിൽ നിന്ന് പഠിച്ചത്. ഏത് വെളിവില്ലാത്തതിന് വെളിവുള്ള വിഷയം. എന്നിട്ട് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പാൻറ്റും ധരിച്ചുകൊണ്ട് നടക്കാണ്. എങ്ങനെയെന്ന് ആലോചിച്ചു. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എങ്ങനെയാണ് ഈ ഉമ്മത്തിനെ ഇനി നന്നാക്കുക? ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലാണ് ഇനി ശരിയാവുക? എവിടെയൊക്കെ നമ്മുടെ ഉമ്മത്ത് പോയി? ലജ്ജ പോയി, അതാ വിഷയം. ഇതൊന്നൊരു പ്രശ്നമല്ലാതായി മാറി. ഔറത്ത് ഒളിവാക്കിക്കൊണ്ട് നടക്കാണ്. എവിടേക്കാണ് നമ്മുടെ ഉമ്മമാര് പോകുന്നത്? എവിടേക്കാണ് നമ്മുടെ സഹോദരിമാര് പോകുന്നത്? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ് കുന്തു അദ്ഖുലു ബൈത്തിൽ ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബീ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന മുത്തുനബി അടക്കം ചെയ്തിരിക്കുന്നതായ എന്റെ വാപ്പ അടക്കം ചെയ്തിരിക്കുന്നതായ എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലാറുണ്ട്. ചിലപ്പോൾ ഞാൻ എന്റെ കണങ്കാല് വെളിവാക്കിക്കൊണ്ടാണ് ചെല്ലാറുള്ളത്. ചിലപ്പോൾ എന്നെ തലമുടി വെളിവാക്കിക്കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലാറുള്ളത്. എന്നിട്ട് ഞാൻ എന്റെ മനസ്സിൽ തന്നെ പറയാം, ഇന്നമാ ഹുവ സൗജി വ അബീ. ഈ കടക്കുന്നത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാറിയൊളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതെന്റെ ഭർത്താവാണ്. രണ്ടാമത്തേതോ ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട സന്തതസാരായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ. അതെന്റെ വാപ്പയാണ്. എന്റെ വാപ്പയുടെയും ഭർത്താവിന്റെയും മുന്നിൽ തലമുടി കാണിക്കുന്നത് എനിക്ക് തെറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ സ്വന്തം വീട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലല്ലേ ആരെ അടക്കിയിരിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും. അത് വാപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ആയിഷ ബീവി. അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊക്കെ ഞാൻ ചെല്ലുമ്പോ ചിലപ്പോൾ ഞാൻ തലമറച്ചിട്ടുണ്ടാവൂല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അവര് പറയാണ്, കാരണം സ്വന്തം വീടാണ്, ഒന്ന് ഭർത്താവാണ്. ഭർത്താവിന്റെ മുന്നിൽ ഒരു പെണ്ണിന് ശരീരം മുഴുവൻ കാണിക്കൽ അനുവദനീയമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കൽ അനുവദനീയമാണ്. വാപ്പയാണ് രണ്ടാമത്തത്. വാപ്പയുടെ മുന്നിൽ ഉറപ്പായിട്ടും തല കാണിക്കാം, യാതൊരു പ്രശ്നമല്ല. അപ്പൊ തലമുടി പലപ്പോഴും കാണും, ചിലപ്പോൾ കണങ്കാലിന്റെ ഭാഗം വെളിവാകും. അങ്ങനെയൊക്കെ ഞാൻ അതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യും. പക്ഷേ ഒരു പറയാണ്, ഒരു സംഭവം ഉണ്ടായി. മൂന്നാമതൊരാൾ അവിടേക്ക് പ്രവേശിച്ചു. ആരാണത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, എന്റെ പേരെന്താ? ഫഹദ് രാജാവ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, നല്ല പേരാണ്, അല്ലാഹു കബൂലാക്കട്ടെ. കഅബാലയം അവസാനമായി പുതുക്കി പണിതത് അവസാനത്തെ വ്യക്തി ആരാ? ഫഹദ് രാജാവ്. മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തട്ടെ. മനസ്സിലായില്ലേ? ആ കൂലി എല്ലാവർക്കും അല്ലാഹു നസീബാക്കട്ടെ. നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സാലിഹീൻ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ അടുത്ത് അവിടെ അടക്കം ചെയ്യപ്പെടുന്നു. അപ്പൊ എന്താ സംഭവിച്ചത്? മാധ്യമങ്ങൾ പറയുന്നത് കേട്ടോ, ഹദീസാണ് കേട്ടോ, ഹദീസ്. ഫലമ്മാ തുഫിന ഉമറു, മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅലത്ത് എന്ന മജൂസിയുടെ കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ 3 ദിവസം വീടിന്റെ അകത്തലങ്ങളിൽ കഴിയുമ്പോ മദീനയിൽ വെച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് ആളെ വിടുകയാണ്, ദൂതനെ വിടുകയാണ്. ആയിഷ, 2 അവസ്ഥ എന്റെ മുന്നിലുണ്ട്. നീ അനുവദിച്ചാൽ എനിക്ക് എന്റെ പ്രവാചകന്റെ ചൂരത്തുനിന്ന് ചാരത്തൊന്നടങ്ങാം. നീ അനുവദിച്ചിട്ടില്ല എങ്കിൽ ആയിഷ, നിനക്ക് വേണ്ടി നീ സ്വന്തം ശരീരത്തിന് വേണ്ടി മാറ്റിവെച്ചതാകുന്ന ആ പുണ്യഭൂമി പാവപ്പെട്ട ഉമറിന് നൽകിയിട്ടില്ല എങ്കിൽ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി അടക്കാം ആയിഷ. ഈ 2 അവസ്ഥയും പറഞ്ഞുകൊണ്ട് ദൂതൻ സമീപിക്കുമ്പോ ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് ഈമാനിന്റെ കറകൾ എന്ന വ്യക്തിയാണ് എന്ന പ്രവാചകർ ജീവിച്ചിരുന്നപ്പോ അടയാളപ്പെടുത്തിയതായ മഹാനാകുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്രായേലിന്റെ കൗസരന്റെ ഉറപ്പിച്ചതായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് എന്റെ അടുക്കൽ ചോദിച്ചപ്പോ ഞാൻ അനുവാദം കൊടുത്തുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാകുന്ന സ്ഥലമാണ് പുന്നാര ഹബീബിന്റെ ചാരത്തടങ്ങുക എന്നുള്ളത് എന്റെ വല്ലാത്ത ആഗ്രഹമായിരുന്നു. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു സിറ്റുവേഷനിൽ ആളെ വിട്ടുകൊണ്ട് അദ്ദേഹം ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാതിരിക്കാൻ സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആ സ്ഥലം വഴിമാറി കൊടുക്കുമെന്ന് മഹതിയാകുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. മഹാനാകുന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വലിയ ജനാസ നമസ്കാരം നടക്കുകയാണ്. ഉമർ ബിൻ ഖത്താബ്
മയ്യത്ത് നമസ്കാരത്തിന് ലക്ഷക്കണക്കിന് സഹാബത്ത് വന്നുകൊണ്ട് പറയുകയാണ്. മദീനയിലൂടെ ജനങ്ങൾ വന്നുകൊണ്ട് വിടുകയാണ്. ആളുകൾ വന്നുകൊണ്ട് മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു. ആ ഖബർ കൊണ്ടുവന്ന് റസൂലുള്ളാഹിയുടെ ചാരത്ത് കൊണ്ടുവന്ന് മയ്യത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്യപ്പെടുകയാണ്. ഭാര്യയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടികളിൽ സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങളിൽ സൂര്യന്റെ പ്രഭ വരുമ്പോ കടവൃക്ഷങ്ങളിലെ കളകൂചനങ്ങൾ മുഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരന്നു വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഊളിയെത്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ ശ്രദ്ധിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഈ പാവപ്പെട്ട ആയിഷ പറയട്ടെ, എന്റെ ശരീരത്തിന്റെ ഒരു രോമം പോലും പുറത്ത് കാണാത്ത വിധത്തിലാണ് പിന്നീട് ഞാൻ ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള എന്റെ ലജ്ജയായതിന്റെ കാരണമെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പള്ളിയിലേക്ക് ഏർവാടിയിലേക്ക് പതിയാകുന്ന ആലങ്കോടക്കം ചെയ്തിരിക്കുന്ന ഉദാരത തങ്ങളുടെ ചാരത്തേക്ക് കടുവാമക്കാമിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, ശരീരത്തിന്റെ നഗ്നത മറക്കാതെയാണ് ഔലിയാക്കളുടെ ചാരത്തേക്ക് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പൊരുത്തമല്ല കിട്ടുകട്ടോ, നിങ്ങൾക്ക് ലഭിക്കുമേ. ഇത് പഠിപ്പിച്ചത് ഞാനല്ല, സിയാറത്തിന്റെ സർവ്വ ആദാബുകളും പഠിപ്പിച്ചത് ബീവി ആയിഷ. എന്റെ ഭർത്താവാകുന്ന മുത്തുനബിയും എന്റെ വാപ്പയാകുന്ന അബൂബക്കർ തങ്ങളും അടക്കം ചെയ്തിരിക്കുന്ന എന്റെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോ എന്റെ കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞ ചിലപ്പോൾ കാലം മറക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ മഹതിയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടക്കം ചെയ്തതിന് ശേഷം ഞാൻ അവിടേക്ക് ചെല്ലുമ്പോഴൊക്കെ ശരീരം മുഴുവനും മറച്ചിട്ടാണ് പോകാറുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള എന്റെ ലജ്ജയാണ് അതിന്റെ കാരണമെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇന്ന് നമുക്ക് ആ ലജ്ജയാണ് നഷ്ടപ്പെട്ടത്. ആണ് എന്റെ വിഷയം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നാ ലജ്ജ പോയി എല്ലാവരും അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് അവസ്ഥ. ആണ് ആയിപ്പോയി. എല്ലാവർക്കും അങ്ങനെ ആയിപ്പോയി. എല്ലാവരും അങ്ങനെ അല്ലേ നിക്കാഹ് നടക്കുമ്പോ പള്ളിയിലെ മുസ്ലിയാർ വരുന്നതിന് പെണ്ണുങ്ങൾ ഔവല് സോഫിൽ ഓഡിറ്റോറിയത്തിൽ വേണമെന്നാ പറയും. ഓഡിറ്റോറിയത്തിൽ നിന്ന് മാറ് താത്താന്ന് പറഞ്ഞ ഓടാ ഇങ്ങോട്ട് മാറി ഓടിക്കും. നീ ഏതാന്ന് ചോദിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. അല്ലൊരു മാറും കട്ടിക്കടിച്ചാനകത്തില്ല. പിന്നെ മാറണമെങ്കിൽ ബെല്ല് കൊടുക്കണം. ഫുഡ് റെഡിയായത് ഒരൊറ്റ ഇടിയാണ് അങ്ങോട്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പിന്നെ ആ വഴിക്ക് പോകരുത്. അപ്പൊ ഇവിടുന്ന് സീറ്റൊക്കെ കാലിയാവും. 2 മിനിറ്റ് കഴിയുമ്പോൾ ഐസ്ക്രീം തോണ്ടി ഓടിയിരിക്കുന്നതാണ്. എന്താണ് അവസ്ഥ? അങ്ങോട്ട് പള്ളിയിൽ ഉസ്താദിനെ കൊണ്ടുവന്നത് ബെൻസിനകത്ത്, തിരിച്ചു കുതിരവണ്ടിക്കകത്ത് സാർ റോഡിൽ ഇറങ്ങിക്കുക, വണ്ടിയില്ല. എന്താണ് അവസ്ഥ? അങ്ങോട്ട് ചെറുക്കന്റെ കൂടെ വണ്ടിക്കകത്ത് ഫ്രണ്ട് ഔവല് വക്കത്തിൽ അവിടെ എത്തുക. തിരിച്ചു പോകുമ്പോൾ മുസ്ലിയാർ ഭക്ഷണം കഴിച്ചു. അയാൾ പോയോ ഇല്ലയോ? വിറക് വരയുടെ അതിലേക്കൂടെ പോകുന്ന ഒരു ഹത്തീബ്. ഞാൻ ചോദിച്ചാൽ പറയാ കഴിക്കാനുള്ള വഴി നോക്കുകയാണ്. കാരണം ഫ്രണ്ടിൽ ഇടിയ. അപ്പൊ വിറക് വരെ പുറകെ പാചകപ്പരയാണ്. അതിന്റെ പുറകെ കൂടെ പോവാം ഒരു കറങ്ങി. പാവം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കണം. ആലോചിച്ചു. തിരിച്ചു പോകാൻ വണ്ടിയില്ല. റോഡിൽ ഇറങ്ങി നിന്നിട്ട് കൈ കാണിക്കാൻ. ഏതെങ്കിലും സ്കൂട്ടറിനകത്ത് അങ്ങോട്ട് ഇറക്കണേ. ഊറിനോടെ എത്തിയില്ലെങ്കിൽ ജോലിയും പോകും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ശരിയല്ലേ പറയുന്നത്? ലജ്ജ പോയി.
ഈ സമൂഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്താൻ പെണ്ണുങ്ങൾ തന്നെ വാശി പിടിക്കുക ഭർത്താവിനോട്. എന്താ കാരണം? എന്താണ് പള്ളി നടക്കുന്നത് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ, ഞങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പൊ നിക്കാഹ് ഞങ്ങൾക്ക് കാണണം, മോടെ കല്യാണം കാണണം എന്ന് പറയും. ആലോചിച്ചു. എന്നിട്ട് ഭയങ്കര കാണല. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇവര് ഇങ്ങനെ സൊറ പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് കല്യാണമൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഇടമായിരുന്നു. ഇന്നിപ്പോ ഉടുപ്പ് കാണിക്കാൻ പോവാൻ, ഡ്രസ്സ് കാണിക്കാൻ പോവാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടോട്ട് വന്നതല്ല, നീ ശരിക്കും നോക്കടി, തുറച്ചു നോക്ക്. മറ്റേത് ഇളം പച്ച, ഇത് കടും പച്ച. എല്ലാ ഐറ്റവും ഇങ്ങനെ, എല്ലാ ഓരോ കല്യാണത്തിനും വെറൈറ്റി ഡ്രസ്സുകളാണ്. ഇതിങ്ങനെ കാണിച്ച് ഇതിന്റെ മൊഞ്ച് കാണിക്കുക. അതുകൊണ്ടാണല്ലോ ഒരു കല്യാണം കഴിഞ്ഞ് ആ കല്യാണത്തിന് അടുത്തൊരു പാർട്ടി വരുമ്പോ ഭർത്താവിനോട് നിർബന്ധം വെക്കുക, എന്ത് ഡ്രസ്സ് വേറെ വേണോ? അടച്ചവനെ ഉപരാകെ ആകെ ശമ്പളം 10,000 രൂപ, ഇനി ഇതിന്റെ പുറകെ പോയാൽ എങ്ങനെ? അവസാനം ഓഫർ വരാൻ കാത്തിരിക്കുക. 3 എടുത്താൽ പല 150 രൂപ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കളത്തിൽ കയറുക എന്നുള്ളതല്ലാതെ രക്ഷയില്ല. അല്ലാഹുമ്മ സാലിഹീങ്ങൾ ചേർക്കണം. എന്താണ് നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. നബിതങ്ങൾ പറഞ്ഞ എല്ലാ തെമ്മാടിത്തരങ്ങളും ഈ ലോകം കണ്ടുപോയി. വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തോടുള്ള സന്താനങ്ങൾ അധികരിക്കും, കള്ളുകുടി അധികരിക്കും, അധികരിച്ചില്ലേ? എല്ലാം അധികരിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഹർജ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞു, അൽ ഖത്ലു കൊലപാതകം.